I now invite Srimati Bindu Krishna, Minister Designate, to take the oath of office and oath of secrecy. മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആദ്യമായി ഒരു വനിത എത്തുന്നു എന്നതാണ്. അത് കൊല്ലത്ത് നിന്നുള്ള ബിന്ദു കൃഷ്ണയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയ്ക്കും സജീവ രാഷ്ട്രീയത്തിൽ കാലങ്ങളായ പാരമ്പര്യമുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയമുണ്ടാകുന്നു. അങ്ങനെ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. ഇതാ ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയങ്ക ഗാന്ധിയെ അടക്കം ആശ്ലേഷിച്ച് മന്ത്രിസഭയിലേക്ക് സത്യവാചകം ചൊല്ലുന്നതിനായി എത്തുന്നു. ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ബിന്ദു കൃഷ്ണ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ ഒപ്പം മഹിളാ കോൺഗ്രസിലൂടെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മുഖമായിരുന്നു ബിന്ദു കൃഷ്ണയുടേത്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബിന്ദു കൃഷ്ണയ്ക്ക് വിജയിച്ചു കയറാൻ സാധിച്ചിട്ടില്ല. നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയപ്പെടുകയായിരുന്നു പതിവ്. പക്ഷേ ഇത്തവണ ബിന്ദു കൃഷ്ണ വിജയിച്ചു കയറുന്നു. അങ്ങനെ വിജയിച്ചു കയറിയ ബിന്ദു കൃഷ്ണയ്ക്ക് മന്ത്രിസഭയിൽ ഇടം ലഭിക്കുന്നു. ഈ മന്ത്രിസഭയിലെ വനിതാ മുഖങ്ങളിൽ ഒന്നായി ഇത്തവണ ബിന്ദു കൃഷ്ണ മാറുന്നു. നേരത്തെ ഹൈക്കമാൻഡിൻ്റെ കൂടി നിർദ്ദേശമുണ്ടായിരുന്നു, വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യമുണ്ടാകണം ഈ നിയമസഭയിൽ, ഈ മന്ത്രിസഭയിൽ എന്നത്. അപ്പോൾ ഉയർന്നു വന്ന ആദ്യത്തെ പേര് ബിന്ദു കൃഷ്ണയുടേത് തന്നെയായിരുന്നു. വനിതാ ശിശുക്ഷേമ വകുപ്പ് ആയിരിക്കും ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.